മുമ്പോട്ട് പോകുമ്പോൾ പുറകോട്ട് വരുന്നത് എന്താണ്? മുമ്പോട്ട് പോകുമ്പോൾ പുറകോട്ട് വരുന്ന ആരാണ്? എന്താണ് മുമ്പോട്ട് പോകുമ്പോ പുറകോട്ട് വരുന്നത്? എന്താ? തോക്കാണോ? തോക്കോ? അല്ല, തോക്ക് ഇങ്ങനെ എന്താ വലിക്കുക ചെയ്യില്ലേ? തോക്ക് വലിക്കും. ഇത് മുമ്പോട്ട് പോകുമ്പോൾ പുറകോട്ട് പോകുന്നത് എന്താ? എനിക്കറിയായിരുന്നു. പുക. തീവണ്ടി ഓടിക്കുമ്പോ പുക ആണോ? കാറിന്റെ പുക. ഇത് ഉണ്ടല്ലേ കയ്യില്? എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇത് തീരണത് വരെ ഞാൻ ഒരു 5-6 ചോദ്യം ചോദിക്കാം. ചോദിച്ചോ. ആദ്യത്തെ ചോദ്യം കേട്ടാ. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിൽ ഇനി അടുത്ത ചോദ്യം ചോദിക്കുള്ളൂ. ഞാൻ ദൈവമേ ഓർത്തിരുന്നാൽ മതിയായിരുന്നു, ഞാനിത് പഠിച്ചിരുന്നതാ. ഒരു ഫ്ലൈറ്റില് ഇഷ്ടിക, അതെന്ത് ഇഷ്ടിക കൊണ്ടുപോകുന്നൊന്നും ചോദിക്കരുത്. ഒരു ഫ്ലൈറ്റില് 500 ഇഷ്ടിക കൊണ്ടുപോവാണ്. അതിൽ നിന്ന് ഒരെണ്ണം കീഴ്പോട്ട് ചാടിപ്പോയി. ബാക്കി എത്ര ഇഷ്ടികയുണ്ട്? ഇഷ്ടിക ചാടി, ഇഷ്ടിക വീണുപോയി. ഒരു ഫ്ലൈറ്റില് 500 ഇഷ്ടികയും കൊണ്ട് പോണു. അതിനകത്തുനിന്ന് ഒരു ഇഷ്ടിക വീണുപോയി. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? പൊക്കത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ഇഷ്ടിക വീണു. ഫ്ലൈറ്റിന്ന് ഇഷ്ടിക. ഇത്ര കറങ്ങിയൊന്നും ചിന്തിക്കണ്ട, അത് അതിന്റെ ഉത്തരം അങ്ങോട്ട് പറയേ. പറഞ്ഞു 499. ഇത് മനസ്സിൽ വെച്ചേക്കണേ. ഒരു ചോദ്യം കൂടി ചോദിക്കാൻ പോകട്ടാ. ഒരു ഫ്രിഡ്ജിനകത്ത് ഒരു ആനയെ എങ്ങനെ കയറ്റും? ഒരു ഫ്രിഡ്ജിനകത്ത് ആനയെ എങ്ങനെ കയറ്റും? ആന കയറ്റാൻ ആനയുടെ മാർക്കുള്ള എന്തെങ്കിലും ഫുഡ്. ആനയെ എങ്ങനെ കയറ്റാം? നിങ്ങളൊക്കെ സെയിം, വലിയ പ്രശ്നമൊന്നുമില്ല. ഫ്രിഡ്ജ് തുറക്കുക, ആനയെ കയറ്റി വയ്ക്കുക, അത്രേ ഉള്ളൂ. ഫ്രിഡ്ജ് തുറക്കുക, ആനയെ കയറ്റി വെക്കുക, ഫ്രിഡ്ജ് അടയ്ക്കുക. അടുത്ത ചോദ്യം ചോദിച്ചോ. ഇനി അടിച്ചിട്ട് കഴിഞ്ഞിട്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം. കുറച്ച് ക്ഷീണം.